ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളും എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ എഴുന്നേക്കാൻ സമയമായി, നീ പ്രകാശിക്കാൻ സമയമായി, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കുവാനും സമയമാണ്. എന്നും ജീവിതം ശൂന്യമാണോ, എന്നും ജീവിതം അന്ധകാരത്താൽ മൂടപ്പെട്ടതാണോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക, നിനക്കും ഒരു സമയമുണ്ട്, നിനക്കും ഒരു കാലമുണ്ട്, നിനക്കും ഒരു ദിവസമുണ്ട്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നിന്റെ ഏതൊരു അവസ്ഥകൾക്കകത്തുനിന്നും ദൈവം നിന്നെ ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കും. നിന്റെ ജീവിതം പ്രകാശിതമാകാൻ പോവുക. സ്തോത്രം. ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എങ്ങനെ പ്രകാശിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് ലോകത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. ഇരുളിമയിലല്ല നിൽക്കേണ്ടത്, നീ പ്രകാശിക്കണം. സ്തോത്രം. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ നടുവിൽ പ്രകാശിക്കാൻ തുടങ്ങി. 3-ാം സ്വർഗം വരെ പോയ പൗലോസ് തന്റെ ശുശ്രൂഷയിൽ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. ഇനി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ലൈഫിനെ മൂടിക്കിടക്കുന്ന ഇരുട്ടിന്റെ കരിമ്പടങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പറയാം, എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ഇരുള് മൂടി എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒന്ന് ഉദിക്കണം. സ്തോത്രം. സൂര്യൻ ഉദിക്കുന്നത് പോലെ രാത്രിയുടെ ഇരുട്ടുകൾ നാം പാർക്കുന്ന ഈ ലോകത്തെ മുന്നോട്ട് കാഴ്ചപ്പാടില്ലാതാക്കി മാറ്റുമ്പോൾ അതിരാവിലെ ഉദിച്ചു വരുന്ന സൂര്യപ്രകാശം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉദയസൂര്യനായ ക്രിസ്തു ഒന്ന് ഉദിച്ചു വരട്ടെ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം ചില മനസ്സുകളെ കുരുടാക്കുമ്പോൾ, ചില മനസ്സുകളിൽ അന്ധകാരം അഴിച്ചുവിടുമ്പോൾ നമുക്ക് പറയാം, ഇത് നമ്മുടെ സമയമാണ്. എഴുന്നേക്കാനുള്ള സമയം, പ്രകാശിക്കാനുള്ള സമയം. സ്തോത്രം. യഹോവ നമ്മുടെ മേൽ ഉദിക്കുവാനുള്ള സമയം. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നിന്റെ ലൈഫിന്റെ പ്രകാശം ക്രിസ്തുവാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ക്രിസ്തുവാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രവാചകൻ പറയുകയാണ്, ആ വെളിച്ചം ഏതാണ്? ക്രിസ്തുവാണ്. നിന്റെ ജീവിതത്തെ മാറ്റുന്ന വെളിച്ചം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം പ്രാപിപ്പാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു വായിക്കുന്ന പോലെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേക്കാം, പ്രകാശിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുള് മൂടിയ കാലഘട്ടങ്ങൾ മാറട്ടെ, ഇരുള് മൂടിയ അവസ്ഥകൾ മാറട്ടെ. കർത്താവ് അവരുടെ മേൽ ഉദിക്കണം, അവരെ പ്രകാശിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ എഴുന്നേൽക്കണം, പ്രകാശിക്കണം. യഹോവ നിന്നെ ഉദിക്കണം. ഗോഡ് ബ്ലെസ് യു.